ഇന്ന് നമുക്കുണ്ടല്ലോ ദോശയ്ക്കും ഇഡ്ഡലിക്കും ചോറിലേക്കൊക്കെ ഒരു സാമ്പാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ കുറച്ച് കോലിപ്പുളി, ഒരു ചെറുനാരങ്ങയുടെ അത്ര വലുപ്പത്തിൽ കോലിപ്പുളി നമ്മൾ ഇതേപോലെ വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിതാ ഒരു ഗ്ലാസ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ പരിപ്പ് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഇതാ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് അതിലേക്ക് ഇതാ ഒരു തുണ്ട് മഞ്ഞപ്പൊടിയും ഒരു ചെറിയൊരു കഷ്ണം കായും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ പരിപ്പിനേക്കാളും മുകളിലായിട്ട് കുറച്ച് കൂടുതൽ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 3 ഗ്ലാസ് വെള്ളം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതാ കുക്കറൊക്കെ അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് നമുക്ക് പരിപ്പ് വെന്ത് കിട്ടണം. ഇനി ഇതാ നമുക്ക് കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടെ വന്നപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവയുടെ കളർ മാറി വരുമ്പോൾ നമ്മളിതാ ഒരു 15 ചുവന്ന ഉള്ളിയും അതേപോലെ തന്നെ 2 പച്ചമുളക് നടുകീറിയതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഉള്ളിയുടെ കളറൊക്കെ ഇതേപോലെ ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ടുണ്ടായിരുന്നല്ലോ, അത് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് ഇതാ കൊട്ടനില്ലാതെ നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കറിയാം സാമ്പാറിലേക്ക് അത്യാവശ്യം കുറച്ച് ചാറ് വേണ്ടേ. അപ്പോൾ അതനുസരിച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പച്ചക്കറി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് കൊത്തമര, പിന്നെ നമ്മുടെ ക്യാരറ്റ്, കുമ്പളങ്ങ, മത്തങ്ങ, വെണ്ടക്കായ, മുരിങ്ങക്കായ, ഇത്രയും കഷ്ണങ്ങളാണ് നമ്മൾ സാമ്പാർ വയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ വെണ്ടക്കായും മുരിങ്ങക്കായും ഇപ്പം ഈ കഷ്ണങ്ങളുടെ കൂടെ നമ്മൾ വേവിച്ചെടുക്കില്ല കേട്ടോ. ആദ്യം ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് അതിന് ശേഷം മാത്രമാണ് നമ്മൾ വെണ്ടക്കായും മുരിങ്ങക്കായും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളിത് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ വെണ്ടക്കായും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കഷ്ണത്തിന് കൂടി ഇട്ടിട്ടില്ല. കാരണം എന്താണെങ്കിൽ വെണ്ടക്കായ ഇതാ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചിട്ട് ഇതാ അതിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. വെണ്ടക്കായ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഇതാ ഒരു കഷ്ണം കായും കൂടി ഇട്ട് കൊടുത്ത് ഇതാ മൂടി വെച്ച് ഒന്നുകൂടി തിളപ്പിക്കുകയാണ്. ഇതാ കഷ്ണങ്ങളൊക്കെ വെന്ത് ഇതാ 1/4 ഭാഗമായി വന്നു. ഈ സമയത്ത് നമുക്കതിലേക്ക് ഇതാ നമ്മുടെ വെണ്ടക്കായും അതേപോലെ തന്നെ മുരിങ്ങക്കായും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ മൂടി വെച്ച് വീണ്ടും വേവിക്കുകയാണ്. നമുക്ക് ഇതാ നമ്മുടെ പരിപ്പ് എന്തായാലും നോക്കുക, പരിപ്പ് വെന്തിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വെണ്ടക്കായും മുരിങ്ങക്കായും ഒക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ പരിപ്പും കൂടി ഒഴിച്ച് കൊടുത്തു. കൂടെ തന്നെ ഇതാ ഒരു കഷ്ണം വെല്ലം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ സാമ്പാർ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി തിളച്ച് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് താളിക്കാം കേട്ടോ. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് ഒരു 3 പച്ചമുളക് നടുമുറിച്ച് ഇട്ട് കൊടുക്കണം. കണ്ടോ, ഒരു ഇത്തിരിയോളം കേട്ടോ, 1/4 ടീസ്പൂൺ ഒന്നുമില്ല, ഇത്തിരിയോളം നമ്മുടെ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില കണ്ടോ, നമ്മുടെ സാമ്പാർ നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് കേട്ടോ. ഇഡ്ഡലിക്കും ദോശയിലേക്കും ചോറിലേക്കൊക്കെയും പറ്റും. ഇനി നമുക്ക് ഇതിലേക്കുണ്ടല്ലോ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയില ഇട്ടിട്ട് നമ്മൾ മൂടി വയ്ക്കണം. അതിനുശേഷം നമ്മൾ പിന്നീട് തുറന്ന് കഴിക്കാൻ എടുക്കുമ്പോൾ നല്ല മണം ടേസ്റ്റും ഒക്കെ കൂടും കേട്ടോ.